ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ, അതായത് മലപ്പുറം ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മട്ടയ്ക്ക് പകരം വേറെ ഏതെങ്കിലും അരി, ചോറ് വെക്കുന്ന സാധാരണ വെള്ള അരി ഉണ്ടല്ലോ, അതിലേത് വേണമെങ്കിലും എടുക്കാം. സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം. തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 20 ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ല വലിപ്പമുള്ള ഉള്ളിയാണെങ്കിൽ മാത്രം നടുവേ മുറിച്ചിട്ട് കൊടുത്താൽ മതി. ചെറിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെന്ത് അലിഞ്ഞു പൊക്കോളൂ അതിന്റെ കൂടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചിട്ടെടുക്കാം. ഒരു 1 മിനിറ്റൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പിന് 2.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് മട്ട അരിയാണല്ലോ, അപ്പോൾ കുറച്ച് അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ 2.5 കപ്പ് വെള്ളം വേണ്ടി വരും. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ വെള്ളം അളന്നെടുക്കാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. 3 വിസിൽ വന്നു കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം തുറക്കുക. തേങ്ങാച്ചോറ് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത്, ചൂടോടുകൂടി ഇളക്കി നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു നനവ് അല്ലെങ്കിൽ ഒട്ടുന്ന പോലെ ഉണ്ടാവും. പക്ഷേ തേങ്ങാച്ചോറ് തണുത്ത് കഴിയുന്ന സമയത്ത് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ അടിപൊളി തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്, കൂടെ തന്നെ ചിക്കനോ അല്ലെങ്കിൽ മീൻ കറി, അതുപോലെ മുട്ടക്കറി, അതിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ഈ മലപ്പുറം സ്റ്റൈൽ തേങ്ങാച്ചോറൊന്ന് റെഡിയാക്കി നോക്കണം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയണം. ഞാനിതിപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.